നെവിനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അനുമോളും നെവിനും പറഞ്ഞു തീർത്തു. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമില്ല. ഞാനത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായി നെവിൻ അനുമോളെ ടോർച്ചർ ചെയ്യുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തന്നെ കാണാം. നമുക്ക് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. ഒരുപാട് അനുമോളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അനുമോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് നെവിൻ. അനുമോളുടെ സാധനങ്ങൾ എടുക്കുകയും അനുമോളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അനുമോളുടെ ഒരേ പാത്രത്തിൽ ഇരുന്ന് അവർ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ നാളായിട്ട് നെവിൻ അനുമോൾക്കെതിരെയായി വന്നിരിക്കും. കഴിഞ്ഞ ആഴ്ച നെവിനെ ഒരുപാട് അനുമോളെ ദ്രോഹിച്ചിട്ടുണ്ട് നെവിൻ. അതിൻ്റെ പ്രകാരം ലാലേട്ടൻ കുറച്ച് വാണിംഗ് ഒക്കെ കൊടുക്കുകയും ഷാനവാസിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു നെവിൻ. ഇന്നലെ അവരെല്ലാം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല എന്നാണ് അനുമോളും നെവിനും പറഞ്ഞത്. ഇനിയിപ്പം നെവിൻ അനുമോളോട് പറഞ്ഞു, എടി ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകും, ഇനിയിപ്പോൾ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട, നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് നീ ഉറപ്പായും ഫൈനലിൽ വരും എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ നെവിൻ അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. നെവിനോടെ ചുമ്മാ ഇരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. എന്നിരുന്നാലും അവർ നല്ല സുഹൃത്തുക്കളായി ഇരിക്കട്ടെ എന്നും എനിക്ക് തോന്നുന്നത്. നെവിന് ഇനിയിപ്പം പുറത്ത് ഈ തുറത്തെ ഇതും ഒക്കെ കാണുമ്പോൾ നെവിന് തന്നെ തോന്നിയിരിക്കും നെവിൻ ചിലപ്പോൾ പക്ക നെഗറ്റീവ് ആയിരിക്കും, പുറത്തു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും പണപ്പെട്ടി ടാസ്ക് നെവിന് കിട്ടിയില്ല. പണപ്പെട്ടി ടാസ്കിൽ ലാലേട്ടനും ബിഗ് ബോസും കൊടുത്ത ശിക്ഷ ആയതുകൊണ്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഫൈനലിൽ എങ്ങനെയെങ്കിലും വരുവാണെങ്കിൽ ആ ഫൈനലിൽ വരെയുള്ള പൈസ നെവിന് കിട്ടുമല്ലോ. ആ ഒരു ഇതിനായിരിക്കും നെവിൻ ചിലപ്പം അനുമോളുടെ എടുത്ത് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ഫ്രണ്ട്ഷിപ്പ് ആകുന്നൊക്കെ പറഞ്ഞു പോവുകയും ചെയ്തു. എനിക്കങ്ങനെയാണ് ചിലപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് തോന്നാലോ. ഒരു മത്സരാർത്ഥിയാകുമ്പോൾ അവരുടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.